ഹലോ ഗായ്സ്, ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെന്ന് വന്നിരിക്കുന്നത് കായൽ കടവിലേക്കാണ്. എന്ന് വെച്ചാൽ അച്ചമ്മയുടെ സ്കൂളിൻ്റെ ഒരു പരിപാടി ഉണ്ട്, വാർഷിക. അവരെ 3ാമത്തെ വാർഷികമാണ്. അവർ ഏത് സ്കൂളായിരുന്നു? GHSS മുല്ലശ്ശേരി സ്കൂളായിരുന്നു. അവരുടെ 10ാം ക്ലാസ് ബാച്ചാണ്. 1979 ബാച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രെയർ പാടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. പ്രെയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോറടിച്ചപ്പോൾ വന്നതാണ് ഇങ്ങോട്ട്. നല്ല നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. കാൽക്കടവ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അച്ഛൻ്റെ ഫ്രണ്ട്സിനായിട്ട് അടിപൊളിക്ക് വേണ്ടി അവർ വന്നിട്ടുണ്ട്. നിറച്ച് വെള്ളമാണ് ഇവിടെ എല്ലായിടത്തും. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇപ്പം നമ്മുടെ ഗസ്റ്റ്നൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ പൊന്നാട അണിയിക്കലും പിന്നെ വിളക്കൊക്കെ കത്തിക്കലുണ്ടായിരുന്നു. 2 അങ്കിൾസാണ് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേരൊക്കെ ഞാൻ മറന്നു, എനിക്ക് പേരൊന്നും അറിയില്ല കറക്റ്റായിട്ട്. എന്നാലും 2 പാവ അങ്കിൾമാരായിരുന്നു. ഇപ്പോൾ വിളക്കത്തിക്കുന്നത് നേരത്തെ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് വിളക്കത്തിക്കണ്ടായിരുന്ന അങ്കിളാണ് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഗ്രൂപ്പത്തെ കുറച്ച് മെയിൻ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ വിളക്കത്തിച്ചു. അച്ഛമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അവിടെ വെച്ചിട്ട് തന്നെ. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മയുടെ കോൽക്കളി തുടങ്ങാറായി ഗൈസ്. കോൽക്കളി ടീമാണ് അവിടെ നിൽക്കുന്നത്. ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പിന്നെ ഈ അങ്കിള് മാസ്റ്ററാണ് കേട്ടോ യോഗയുടെ. അപ്പോൾ ഇയാൾക്ക് 70 വയസ്സുണ്ട്. അപ്പോൾ ഈ അങ്കിള് ഇപ്പം 70 വയസ്സായിട്ട് ഇത്രയധികം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ അങ്കിളും നമ്മുടെ ഒരു ഗസ്റ്റാണ്. മറ്റേ അങ്കിളൊക്കെ പോയി. ഇപ്പോൾ ഈ അങ്കിള് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പേരൊക്കെ എന്തൊക്കെയുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാണ്. ബിരിയാണി ഉണ്ട്, സദ്യ ഉണ്ട്. ബിരിയാണിയാണ് കഴിക്കണത്. ചിക്കൻ ബിരിയാണി എന്നൊക്കെയാണ് പറഞ്ഞത്, അറിയില്ല, നമുക്ക് പോയി നോക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയും പീരൊക്കെ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. സദ്യയാണ് കഴിച്ചത്. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. അടുത്ത് നമ്മുടെ അച്ഛമ്മയുടെ തിരുവാതിര അരങ്ങ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഗൈസ്. അതുമ്മ ഇങ്ങനെ എൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് അടിക്കും, പിന്നെ കാലൊന്ന് പൊന്തിക്കുമ്പോൾ അത് മെളിക്കും. നല്ല രസമുണ്ടായിരുന്നു. അതുമ്മ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച്. അപ്പോൾ ഒരു ഞണ്ടിനെ കണ്ടു ഗൈസ്. കുറേ ഓട്ടകളുണ്ടായിരുന്നു. അതൊക്കെ ആ ഞണ്ടിൻ്റെ ഞാൻ തോന്നുന്നു. അടുത്ത് കിങ് ആണ് ഈ ഞണ്ട് തോന്നുന്നു, നല്ല വലുതാണത്. അപ്പം ഞങ്ങളൊരു സാധനം ഇടും, അപ്പോൾ ഇങ്ങനെ വലിക്കും, ആ ഞണ്ട് തിരിച്ച് വരും, പുറത്തേക്ക് വരും. അങ്ങനെ നമ്മൾ കുറേ ഞണ്ടിനൊക്കെ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ച് നമുക്ക് പിന്നെ തെളിയുന്നൊരു ശ്രീഭദ്രയെന്ന് മുക്കണ്ണൻ പേരു വിളിച്ച് ഭദ്രയദേവൻ അടുത്തു വിളിച്ച് സങ്കടം ഈ വിധം മെല്ലെ പറഞ്ഞ്. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു കലാശക്കൊട്ട് അരങ്ങേറിയത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എനർജി ഉണ്ട്. ആ റെഡ് ഡ്രസ് ഇട്ട് അടിക്കുകയാണ്. നല്ലതായിട്ട് കളിക്കേണ്ടായിരുന്നു. എല്ലാവരും അടിപൊളി. ഇന്നത്തെ ഓരോ ഡാൻസിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണണം. പിന്നെന്താ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഇത് തീർന്നു ഈ പരിപാടിയൊക്കെ. സോ എല്ലാവർക്കും ബൈ ബൈ.